ഹേ ഗായ്സ് വെൽക്കം ബാക്ക്. അപ്പോൾ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും വീണ്ടും സ്വാഗതം. അപ്പോൾ നമ്മുടെ റമദാൻ മാസം തുടങ്ങിയിട്ടുണ്ട്. ഇന്നിപ്പോൾ റമദാൻ 2 ആണെങ്കിലും ഇത് റമദാൻ 1-എടുത്ത വീഡിയോ ആണ്. റമദാൻ 1-ൻ്റെ ഇഫ്താർ സീരീസായിട്ടാണ് വന്നിരിക്കുന്നത്. അപ്പോൾ വലിയ ബുദ്ധിമുട്ടുകളൊന്നും ഇല്ലാതെ എല്ലാവർക്കും നോമ്പ് പോകുന്നുണ്ടെന്ന് വിചാരിക്കുന്നു. ആദ്യത്തെ നോമ്പായതുകൊണ്ട് അതിൻ്റെ ബുദ്ധിമുട്ടുകളൊക്കെ ഉണ്ടാവും. എനിക്ക് നല്ലോണം ബുദ്ധിമുട്ടുണ്ടായിരുന്നു. കാരണം കുട്ടിയുള്ളത് കൊണ്ടും പിന്നെ കുട്ടിക്ക് ഫീഡ് ചെയ്യണത് കൊണ്ടും നമുക്ക് ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു. പിന്നെ മോള് അവളുടെ ബാക്കിൽ അങ്ങോട്ട് ഓടുന്നത് കൊണ്ട് നല്ലോണം ഒന്ന് ക്ഷീണിച്ചു. ഏകദേശം ഉച്ച വരെ നല്ല ക്ഷീണം ഉണ്ടായിരുന്നു. പിന്നെ അൽഹംദുലില്ലാ ഉച്ചയ്ക്ക് ശേഷം അങ്ങനെ കുഴപ്പമില്ലാതെ ആയി. വലിയ ക്ഷീണമൊന്നും തോന്നാത്തത് കൊണ്ടാണ് ഇഫ്താറിന് എന്തെങ്കിലുമൊക്കെ ഉണ്ടാക്കാമെന്ന് വെച്ചിട്ട് ചെറുതായിട്ടൊരു സ്നാക്സ് എന്തെങ്കിലും ഉണ്ടാക്കാമെന്ന് വെച്ചിട്ടാണ്. വലുതായിട്ടൊന്നുമില്ല, എന്തെങ്കിലും ഒന്ന് ചെറുതായി തട്ടിക്കൂട്ടണമല്ലോ. ഞാൻ പൊതുവേ നോമ്പ് തുറന്ന് കഴിഞ്ഞാൽ ഭക്ഷണങ്ങളൊന്നും കഴിക്കാറില്ല, അങ്ങനെ ഹെവി ആയിട്ടൊന്നും കഴിക്കാറില്ല. സോ വല്ല ജ്യൂസും സ്നാക്സും മാത്രമാണ് കഴിക്കാറ്. പിന്നെ നമ്മുടെ പള്ളിയിൽ നിന്ന് കിട്ടുന്ന കഞ്ഞിയും കൂടി കുടിക്കും. സോ അപ്പോൾ അതുകൊണ്ട് ഇന്ന് സിമ്പിളായിട്ടൊരു സ്നാക്സ് ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു. പിന്നെ ഒന്നാമത് നോമ്പും വെച്ചിട്ട് എണ്ണ പലഹാരങ്ങൾ അധികം കഴിക്കുന്നതും നല്ലതല്ലല്ലോ. പക്ഷേ എണ്ണയില്ലാതെ എന്താ സംഭവം, നമുക്കൊന്നും ഉണ്ടാക്കാനും പറ്റില്ല. ആവിയിൽ വേവിച്ച് തന്നെ എപ്പോഴും കഴിക്കണം പറഞ്ഞാൽ നടക്കില്ലല്ലോ. എല്ലാ വിഭവങ്ങൾക്കും എണ്ണ വേണമല്ലോ. സോ ഇന്ന് നമ്മൾ എണ്ണ വെച്ചിട്ടുള്ള ഒരു പലഹാരം തന്നെയാണ്. ബ്രെഡ് വെച്ചിട്ട് സിമ്പിളായിട്ടൊരു സ്നാക്സ് ചെയ്യാമെന്ന് വിചാരിച്ചു. അതിന് ബ്രെഡ് ക്രംസൊക്കെ പൊടിച്ചെടുത്ത് ബ്രെഡൊക്കെ റെഡിയാക്കി വെച്ചു. പിന്നെ ഉരുളക്കിഴങ്ങ് നമ്മൾ വേവിക്കാൻ വെച്ചിട്ടുണ്ട്. ഉരുളക്കിഴങ്ങാണല്ലോ താരം, ഉരുളക്കിഴങ്ങില്ലാതെ വേറെ പരിപാടിയില്ല. അപ്പോൾ ഞാനിപ്പോൾ ഒന്ന് ഉരുളക്കിഴങ്ങ് മാത്രം ഇടുന്നത്, ചിക്കനൊന്നും എടുത്തിട്ടില്ല കടയിൽ പോയിട്ട്. അപ്പോൾ ഇനി വഴിയെ പോയി എടുക്കണം. എടുത്ത് കുറച്ച് നമ്മളൊന്ന് സ്റ്റോക്ക് ചെയ്ത് വെക്കണം, എന്തെങ്കിലുമൊക്കെ സ്നാക്സ് ഉണ്ടാക്കാനായിട്ട്. പിന്നെ ഇങ്ങനത്തെ സമയമാകുമ്പോഴാണല്ലോ കുട്ടികൾക്ക് നമ്മൾ ദിവസവും വെറൈറ്റി ആയിട്ട് എന്തെങ്കിലുമൊക്കെ കൊടുക്കുക. അപ്പോൾ ഒരുപാടൊന്നും ഉണ്ടാക്കുന്നില്ല, അളവായിട്ട് ഒരു 4 പീസ് ബ്രെഡ് വെച്ച് മാത്രമേ നമ്മൾ ഉണ്ടാക്കുന്നുള്ളൂ. ഒത്തിരി കഴിക്കാനും പാടില്ലല്ലോ. ജസ്റ്റ് ഒരു ഫോർമാലിറ്റിക്ക് ഒരു 2 പീസ് കഴിക്കുന്ന പോലെ മാത്രമേ ഉണ്ടാക്കുന്നുള്ളൂ. അപ്പോൾ ഉരുളക്കിഴങ്ങിലേക്ക് നമ്മൾ ചെറിയുള്ളി, വലിയുള്ളി കട്ട് ചെയ്തതും പിന്നെ കുറച്ച് മസാലകൾ, നോർമലി അറിയുന്ന എല്ലാ പൊടികളും കൂടി ഇട്ടിട്ട് പൊട്ടറ്റോയും കൂടി ഇട്ടിട്ട് നല്ലോണം ഒന്ന് സ്മാഷ് ചെയ്തിട്ട് നമ്മൾ ബ്രെഡിലേക്ക്, ഇതിന് പ്രത്യേകിച്ച് പേരൊന്നുമല്ല, വീഡിയോസിൽ ഓരോരാളും ഓരോരോ പേരാണ് പറയണത്. ബ്രെഡ് പോക്കറ്റ് എന്ന് എന്തൊക്കെയൊക്കെയോ പറയുന്നുണ്ട്. നമ്മൾ ജസ്റ്റ് പേരൊന്നും ഇല്ലാത്ത ഒരു വിഭവം എന്ന് വെച്ചാൽ മതി. അപ്പോൾ നമ്മൾ സ്മാഷ് ചെയ്ത നമ്മുടെ മസാല കൂട്ട് നമ്മുടെ ബ്രെഡിലേക്ക് നല്ലോണം സ്പ്രെഡ് ചെയ്ത് കൊടുക്കുക. ജാമിൻ്റെ പരുവല്ല, ഇത്തിരി നല്ലോണം കട്ടിയിൽ തന്നെ, അതായത് ഒരു ബ്രെഡിൻ്റെ കട്ടിയിൽ തന്നെ നമ്മൾ മസാലയും കൂടി അതിലേക്ക് കോട്ട് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അങ്ങനെ ഞാൻ 4 ബ്രെഡ് എടുത്തിട്ടുണ്ട്. 4 ബ്രെഡിലേക്കും നമ്മുടെ മസാല കോട്ട് ചെയ്തെടുക്കുന്നുണ്ട്. പിന്നെ ആസ് യൂഷ്വൽ എല്ലാവർക്കും അറിയുന്ന പോലെ ഒന്നെങ്കിൽ മുട്ട ഇല്ലെങ്കിൽ മൈദയുടെ മിക്സിലേക്ക് അത് മുക്കിയെടുത്തിട്ട് പിന്നെ ബ്രെഡ് ക്രംസിൽ കോട്ട് ചെയ്തിട്ട് ഓയിലിൽ ഫ്രൈ ചെയ്തെടുക്കുക. അത്രയേ ഉള്ളൂ. വലിയ ആന പരിപാടിയൊന്നും അല്ല എന്ന് മാത്രം. അപ്പോൾ നമ്മളെ പരിപാടി ഏകദേശമായി. നമ്മളെല്ലാം ഒന്ന് കോട്ട് ചെയ്തെടുത്ത് ഇനി ചെറുതായിട്ട് എല്ലാവരും കട്ട് ചെയ്യുക. പക്ഷെ ഞാൻ വലിയ പണിക്ക് തന്നില്ല, പെട്ടെന്ന് ഫ്രൈ ചെയ്തെടുക്കാമെന്ന് വിചാരിച്ചിട്ട് ഒരു ബ്രെഡിനെ 2ആയിട്ട് കട്ട് ചെയ്തെടുത്തു. പിന്നെ അതിനുശേഷം നമ്മുടെ മൈദയിലേക്ക് ഡിപ്പ് ചെയ്തിട്ട് ബ്രെഡ് ക്രംസിൽ കോട്ട് ചെയ്തെടുത്തു. ഓൾറെഡി ഒരു ഭാഗത്ത് ബ്രെഡ് ഉള്ളത് കൊണ്ട് നമ്മുടെ ഉരുളക്കിഴങ്ങ് വെച്ച ഭാഗത്ത് മാത്രം ഇത്തിരി നല്ലോണം ബ്രെഡ് ക്രംസ് കോട്ട് ചെയ്ത് കൊടുത്താൽ മാത്രം മതിയാകും. അങ്ങനെ നമ്മുടെ എല്ലാ സാധനവും അങ്ങനെ ചെയ്തതിന് ശേഷം ഇത് കുറച്ച് നേരം ഫ്രീസ് ചെയ്യേ അല്ലെങ്കിൽ മാറ്റി വയ്ക്കുക എന്തെങ്കിലും ചെയ്താൽ മതി. കുറച്ച് നേരത്തേക്ക് അതിൻ്റെ തണുപ്പ് കിട്ടുമ്പോൾ അതങ്ങനെ സെറ്റായി കിട്ടും. അപ്പോൾ തന്നെ ഫ്രൈ ചെയ്ത് അത് ഓയിലിലേക്ക് എന്താ പറയുക അഴിഞ്ഞു പോകാൻ ചാൻസ് ഉണ്ട്. സോ ഞാനത് വൈകിട്ടായതുകൊണ്ട് അപ്പം തന്നെ ചെയ്തു. അപ്പോൾ അതുകൊണ്ട് ചെറുതായിട്ടൊരു പൊട്ടലും കീറലൊക്കെ ഉണ്ടായിരുന്നു. സോ നമുക്കിനി നമ്മുടെ പാന് ചൂടായി കഴിയുമ്പോൾ എണ്ണ ഒഴിച്ചു കൊടുക്കുക. ഞാനിവിടെ വെളിച്ചെണ്ണയാണ് യൂസ് ചെയ്യുന്നത്. കാരണം എന്തായാലും നമ്മളിനി നോമ്പിനും 30-നും അത്യാവശ്യം ഫ്രൈയിങ് ഒക്കെ ഉള്ളതുകൊണ്ട് വെളിച്ചെണ്ണ മാത്രമേ യൂസ് ആക്കുന്നുള്ളൂ, വേറെ ഓയിലൊന്നും യൂസ് ആക്കുന്നില്ല. ഏത് എണ്ണയാണെങ്കിലും ശരീരത്തിന് നല്ലതല്ല, പക്ഷെ വേറെ വഴിയില്ലല്ലോ, എന്തെങ്കിലും യൂസ് ചെയ്യണ്ടേ. ഇത് നമ്മൾ വീട്ടിൽ തന്നെ ആട്ടിയ വെളിച്ചെണ്ണയാണ്. അപ്പോൾ ഇതാ എണ്ണ ചൂടായപ്പോൾ നമ്മുടെ സാധനം ഒന്നും ഇട്ടിട്ട് ഫ്രൈ ചെയ്തെടുക്കുക. ആവേശം മൂത്തപ്പോൾ ഞാൻ ഒരുപാട് ഫ്രൈ ആവുന്നതിന് മുമ്പ് തന്നെ തിരിച്ചിട്ടിട്ടുണ്ട്. നല്ലൊരു ഗോൾഡൻ ബ്രൗൺ, നമുക്കറിയാമല്ലോ കട്ട്ലറ്റും അതൊക്കെ ഉണ്ടാക്കുമ്പോൾ ആ ഒരു കളറാകുന്ന വരെ സാവധാനം വെയിറ്റ് ചെയ്ത്
പതിയെ തിരിച്ചിടുക. ഞാൻ പറഞ്ഞില്ലേ, തണുപ്പിക്കാത്തത് കൊണ്ട് അത് ചെറുതായിട്ടൊന്ന് ഇളകി പോകുന്നുണ്ട്. അപ്പോൾ അതാ എല്ലാം കൂടെ നമുക്ക് നല്ലോണം ഗോൾഡൻ ബ്രൗൺ ആവുന്ന വരെ ഫ്രൈ ചെയ്തിട്ട് നല്ലോണം ഒന്ന് മാറ്റിയെടുക്കാം. അതിനുശേഷം വീണ്ടും ഒരു ട്രിപ്പും കൂടി ഇടാണ്ടായിരുന്നു. അപ്പോൾ അതും കൂടി ഇട്ടിട്ട് ഒന്ന് നമുക്ക് ഫ്രൈ ചെയ്തെടുക്കാം. അപ്പോൾ നമ്മുടെ ഇന്നത്തെ ഇഫ്താർ വിഭവം ഇത് മാത്രമാണ്. അപ്പോൾ അതിൻ്റെ കൂടെ കുറച്ച് ഫ്രൂട്ട്സും എന്തെങ്കിലുമൊക്കെ വെക്കാമെന്ന് വിചാരിച്ചു. പിന്നെ ഞാൻ സമയമായതുകൊണ്ട് നാരങ്ങ വെള്ളവും കലക്കി കുറച്ച് മുന്തിരിയും കഴുകിയെടുത്തിട്ടുണ്ട്. പിന്നെ നമ്മുടെ മെയിൻ സംഭവം നമ്മുടെ ഡേറ്റ്സും കൂടി വെച്ചിട്ടുണ്ട്. പിന്നെ നമ്മളുടെ സ്പെഷ്യലായിട്ടുള്ള ബ്രെഡ് പോക്കറ്റും കൂടി അവിടെ വെച്ചിട്ടുണ്ട്. കൂടെ കുറച്ച് മയോണൈസും കൂടി ഡിപ്പ് ചെയ്ത് കഴിക്കാൻ വേണ്ടിയിട്ട്. പിന്നെ അതിനുശേഷം നോമ്പ് തുറക്കാൻ സമയമായി 10 മിനിറ്റിൻ്റെ ബാക്കിയുള്ളപ്പോഴാണ് ഞാൻ കുറച്ച് ഷേക്ക് അടിച്ച് പാല് കുറച്ച് കുടിക്കണമെന്ന് വിചാരിച്ചായിരുന്നു, കുട്ടിക്ക് ഫീഡ് ചെയ്യുന്നത് കൊണ്ട്. പക്ഷെ പാല് കുടിക്കാൻ ഇഷ്ടമില്ലാത്തതുകൊണ്ട് നമ്മളത് ഷേക്ക് ആക്കാമെന്ന് വിചാരിച്ചു. ഡെയിലി കുറച്ചിങ്ങനെ പാല് ശരീരത്തിലേക്ക് പോകുമ്പോൾ അത് മോൾക്ക് യൂസ്ഫുള്ളാവും, നമുക്കും കുറച്ച് ക്ഷീണം ഇല്ലാതിരിക്കുമല്ലോ. അപ്പോൾ ഞാൻ എന്തെങ്കിലുമൊക്കെ ഇട്ടിട്ട് അടിക്കാമെന്ന് വിചാരിച്ചിട്ട് ഇന്ന് ഡയറി മിൽക്ക് ഇട്ടിട്ടാണ് ഷേക്ക് അടിച്ച്. കുറച്ച് ഐസ്ക്രീമും ഡയറി മിൽക്കും ഇട്ടിട്ട് കുറച്ച് ഡയറി മിൽക്ക് ഷേക്ക് പോലെ അടിച്ച് കുടിച്ച്. അപ്പോൾ അങ്ങനെ നമ്മുടെ ശരീരത്തിലേക്ക് പാല് പോകുമല്ലോ. അപ്പോൾ നമ്മുടെ ഇന്നത്തെ ഇഫ്താർ ഇത്രയേ ഉള്ളൂ കേട്ടോ. അപ്പോൾ ഇനിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. താങ്ക് യു.